കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. എടക്കരയിലെ ശുദ്ധജല വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് UDF പഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ശുദ്ധജല വിതരണം പുനരാരംഭിക്കാൻ നടപടി തുടങ്ങി. എടക്കര പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം മുടങ്ങി 2 ആഴ്ചയായിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ചത്. സമരക്കാർ മണിക്കൂറുകളോളം കാത്തിരുന്നെങ്കിലും AE ഓഫീസിലേക്ക് എത്തിയില്ല. വൈകുന്നേരത്തോടെ AEയുടെ നേതൃത്വത്തിൽ ശുദ്ധജല വിതരണം പുനരാരംഭിക്കാൻ നടപടി തുടങ്ങി എന്നറിഞ്ഞതോടെ ഉപരോധ സമരം അവസാനിപ്പിച്ചു. കലക്കൻപുഴയിലെ വാട്ടർ അതോറിറ്റി പമ്പ് ഹൌസിലെ ചെളി നീക്കാനാണ് നടപടി ആരംഭിച്ചത്. ഞായറാഴ്ച രാത്രിയോടെ ശുദ്ധജല വിതരണം പുനരാരംഭിക്കുമെന്ന് AE ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് പറഞ്ഞു. ചന്തക്കുന്ന് സ്വദേശിയായ കരാറുകാരൻ പമ്പ് ഹൌസിലെ ചെളിയും മണ്ണും നീക്കി തുടങ്ങി. എടക്കര വഴിക്കടവ് പഞ്ചായത്തുകളിലെ 19 വാർഡുകളിലേക്ക് കലക്കൻപുഴയിലെ കടവിലെ പമ്പ് ഹൌസിൽ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. 18,000-ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് 2 ആഴ്ചയോളം മുടങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി, സിന്ധു പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ജയൻ, സുലൈഖ മാമ്പള്ളി എന്നിവരും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. കുടിവെള്ളം മുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയായി. നിരന്തരമായി AE ഓഫീസ്, AXC ഓഫീസ്, മലപ്പുറം ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഉടനെ വരും. പറയുന്നത് പമ്പ് ഹൗസിലുള്ള കിണറിനകത്ത് ചെടിയടിഞ്ഞതാണ്. അപ്പോൾ ആ ചെടിയടിഞ്ഞത് നീക്കം ചെയ്യുന്നതിന് വാട്ടർ അതോറിറ്റിയിൽ സ്ഥിരം കരാറുകാരുണ്ട്. അവരാണത് ചെയ്യേണ്ടത്. അവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി രാവിലെയും വൈകുന്നേരം ഞാൻ ഇവിടെ നിലമ്പൂരിൽ AE ബന്ധപ്പെട്ടപ്പോൾ AE ഇന്ന് വരുന്ന ആളുകളെന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെയില്ല. നാട്ടുകാരാകെ സമരത്തിലാണ്. എടക്കര പഞ്ചായത്തിലെ 16 വാർഡുകൾക്കപ്പുറത്തേക്ക് വഴിക്കടവ് പഞ്ചായത്തിൽ നമ്മളുടെ എത്തിയങ്കാനയിലെ സ്കൂളിലും കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകുന്നവരെ ഞങ്ങളിവിടെ കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുകയാണ്. AE വന്ന് തീരുമാനമാകാതെ ഞങ്ങളൊന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇത് വലിയ വിഷയമാണ്. ഏറ്റവും വലിയ പ്രശ്നം റംസാൻ വരാനോട് നോമ്പ് ആരംഭിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശുദ്ധജലത്തെ ആശ്രയിച്ചിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അത് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സൂപ്രണ്ട് എഞ്ചിനീയറെ തിരുവനന്തപുരത്ത് വിളിച്ചു, മലപ്പുറത്ത് AXC വിളിച്ച് ഫോൺ എടുത്തിട്ടില്ല. ബന്ധപ്പെട്ട ഇത്രമാത്രം മോശമായ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്കില്ല എന്നുള്ളതാണ്. തീരുമാനമായിട്ട് ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ് ബന്ധപ്പെട്ടവർക്ക് അറിയിച്ചിട്ടുണ്ട്. ഇനിയും അതിന് തീരുമാനമായിട്ടില്ല. ഇപ്പോൾ AE വിളിച്ചപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് വരാൻ കഴിയില്ല എന്നാണ് കിട്ടിയത് മറുപടി. ഓവർസിയർ ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ട് പുതിയ ഓഫീസറുകൾ ഈ നിമിഷം വരെ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. ഒരു മറുപടി വിളിച്ചാൽ ഇല്ല തിരിച്ചു വിളിക്കുള്ളൂ. ഇതിനു മുൻപുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. സ്വന്തം ന്യൂസ്, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.